ഹലോ ഗായ്സ്, നമ്മളെപ്പോഴും പോകാറുള്ള നഴ്സറിയിലോട്ട് പോകണം കേട്ടോ. നമ്മുടെ വീട് അടുത്താണ് കേട്ടോ. ശർമ്മക്കുട്ടൻ എന്നും പോയി ഗ്രോ ബാഗും വളവും ചെടികളും എല്ലാം വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. കടപ്പുറയാണ് അതിൻ്റെ എല്ലാം തൈകൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഇന്ന് പോയത് എന്താ, നമ്മുടെ ബന്ധിത്തൈ നട്ടിട്ട് കുറേ ദിവസമായില്ലേ, നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കോഴിവെള്ളം ഇടേണ്ട സമയമായി, ചെടിക്ക് ഗ്രോത്ത് കുറവുണ്ട്. അപ്പം നമ്മൾ കോഴിവെള്ളം എടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ആൾ തന്നെ എടുത്ത് വണ്ടിയിലൊക്കെ കൊണ്ടുപോയിച്ച്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോയി എന്തോ പറഞ്ഞ് ചിരിക്കുക, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഭയങ്കര ചിരിയായിപ്പോയി പുള്ളിക്ക് അത് പറഞ്ഞപ്പോൾ. ഞങ്ങളെപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം പറഞ്ഞുകൊണ്ടല്ലേ നടക്കത്തുള്ളൂ. അതെ, നമ്മൾ എഴുകുളം ജംഗ്ഷനിലാണ്. അവിടെ ഒരു ആട് വളർത്തുന്ന വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പിള്ളേർ ആടിനെയും കൊണ്ട് നടക്കാൻ പോവാം. അവരുടെ ആടിങ്ങനെ നടന്നോളും. നമ്മുടെ ആടൊക്കെ ഉണ്ടല്ലോ, അഴിച്ചു വിട്ട് അപ്പം തന്നെ ഓടും. റോഡ് ക്രോസ് ചെയ്യണ്ടായിരുന്നാൽ നമ്മളെങ്ങനെ അഴിച്ചു വിടില്ല. നമുക്കിങ്ങനെ അഴിച്ചു വിട്ട് നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ ആടുള്ളത് അവൾ സമ്മതിക്കത്തേ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ആടൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നടന്നൊക്കെ പൊക്കോളും. ഒരു വർഷം നമ്മൾ നമ്മുടെ ഇവിടുത്തെ സാമർഥ്യമാണ് എല്ലാവർക്കും. അതെ, നമ്മൾ കൊണ്ടുവന്നിട്ട് ശർമ്മനെ ഞാൻ അടുപ്പിച്ചില്ല കേട്ടോ. അവന് തുമ്മലും ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, പൊടിയുടെയൊക്കെ അലർജിയുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിടുവാണ്. നല്ല ഉണങ്ങിയ ഇതാണ് കേട്ടോ. അപ്പം ഒരു ചാക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ കൃഷിഭവനിലൊക്കെ പറഞ്ഞു നോക്കണം, കിട്ടുമോ എന്ന്, വളമൊക്കെ കിട്ടുമോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ചോദിക്കണം. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ ശർമ്മ തന്നെയാണ് പോയത്. അപ്പോൾ എന്ത് പറഞ്ഞെന്നും എല്ലാ കാര്യങ്ങളും പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇച്ചിരി പൈസ കൈ കാണാൻ പാടില്ല. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്ക് ഇപ്പം എന്തോ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു എണ്ണം ചെയ്ത് വാതിക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത എന്തോ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് നമുക്ക് പാത്രം കഴുകുന്ന എന്തോ സെറ്റപ്പ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ അതും കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അതിൻ്റെ പുറകെയായിരിക്കും. അത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ആയിട്ട് അത് സെറ്റാക്കി തരും പുള്ളിക്ക്. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം. നല്ല കാറ്റുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും ഇലയൊക്കെ അനങ്ങുന്നുണ്ടോ, നല്ല കാറ്റുണ്ട്. നല്ല കാലാവസ്ഥയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല വെയിലൊക്കെ ആയി. മഴ മാറിയ ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ആയിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ചെടി ഇടാമെന്ന് പറഞ്ഞ് വരുക. അപ്പം അമ്മ ഞാൻ നനച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നും അടുപ്പിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പിച്ചുള്ളൂ. കാരണം ഇതിൻ്റെ പൊടി നന്നായിട്ട് പറക്കുന്നുണ്ട്. കോഴിവളമല്ലേ. അപ്പോൾ കടയിൽ പോയ സാധനത്തിൻ്റെ വിലയും മേടിച്ച കാര്യമൊക്കെ പറയുവാണ്. അപ്പം അടുത്ത പ്ലാനിങ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബന്ധിത്തൈ ഇവിടുന്ന് മാറ്റി വയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പം നമുക്ക് ഈ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ട്. 3 സ്ഥലത്തായിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത്. ഒരു ഏരിയയിൽ പച്ചക്കറി, പിന്നെ ഇപ്പോൾ ബന്ധിത്തൈ തന്നെ 2 സ്ഥലത്തായിട്ട്. അപ്പോൾ നമ്മൾ 50 പറഞ്ഞെങ്കിലും 65 എണ്ണം ഉണ്ട് ഇപ്പം മൊത്തം. അപ്പം ഇത്രയൊക്കെ ഒപ്പിച്ചവൻ ഓരോന്നും ഇടയ്ക്കൊക്കെ ചീഞ്ഞ് പോയപ്പം കടയൊക്കെ ചെന്ന് വീണ്ടുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നട്ട്. നമ്മളുടെ ഇതൊന്നും പറയില്ല, ആ നട്ട സമയത്ത് നല്ല മഴയല്ലായിരുന്നോ, കുറേ എണ്ണം ചീഞ്ഞു പോയി. പിന്നെ നമ്മളുടെ മിക്സൊക്കെ പുള്ളിയുടെയൊക്കെ രീതി നമ്മൾ പറയണം, പുള്ളിയുടേതായ രീതിയിലൊക്കെ ചെയ്ത് വന്നപ്പം എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലുപൊടി ഇട്ടപ്പോൾ എന്നോട് അമ്മയും പറഞ്ഞ് ശർമ്മയും പറഞ്ഞായിരുന്നു എല്ലുപൊടി ഇടണ്ടെന്ന്. അങ്ങനെ 2-3 എണ്ണം പോയിട്ടുണ്ട്. തക്കാളിത്തേക്കൊക്കെ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. പച്ചമുളക് വാടിയിട്ടുണ്ട്. എല്ലുപൊടി അത്രയും വേണ്ട, കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷേ അത്ര ഇടാൻ വയ്യായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ നിന്ന് നേരത്തെ വന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഭാഗ്യത്തിന് വെയിലുമായി. ഇനിയിപ്പോൾ ഇന്ന് നാളെയൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ കോഴിവെള്ളമായിട്ട് നനച്ചൊക്കെ കൊടുക്കുമ്പോൾ നാളത്തെയും കൂടി കഴിയുമ്പം ചെടി ഗ്രോത്ത് ആവാൻ തുടങ്ങും നല്ലതായിട്ട്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ആട്ടും കുഞ്ഞിനെയും തള്ളമാരെയും ഒക്കെ പടിഞ്ഞാറ് പറമ്പിൽ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം തള്ളമാരെ അഴിച്ചിട്ടില്ല, കുഞ്ഞുങ്ങളെ അഴിച്ചിട്ടിട്ടുണ്ട്. തള്ളമാരെ അഴിച്ചിട്ടാൽ ഞാൻ പറയില്ല, അവർ നേരെ ഓടി വീട്ടിലോട്ട് പോകും. എത്ര വശം നിന്നാലും അവർക്ക് വീട്ടിൽ തന്നെ നിൽക്കണേ ഇഷ്ടം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ സമ്മതിക്കാണ്ടായപ്പോൾ ഞാൻ പറയാം, എന്നാൽ പൂവാലി എടുത്ത് നനച്ചോ, എൻ്റെ ചെടിയല്ലേ, ഞാൻ വളയിടാം എന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു അലർജിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ അടുപ്പിക്കാഞ്ഞത്. പിന്നെ നനക്കണേന് കുഴപ്പമില്ല, അങ്ങനെ നനയ്ക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലോട്ട് തരും. ഞാൻ നനച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ഉണ്ട്, അതിനകത്ത് വെള്ളം നിറച്ചാൽ എടുക്കണം. കറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഓരോരുത്തർ ഇറങ്ങിപ്പോകണ കണ്ടോ. അടുത്ത ആൾ കറമ്പൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. കറമ്പനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. തൽക്കാലം മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയണതെന്ന് അറിയത്തില്ല. ചെറിയ പ്രശ്നമല്ല, ഒരു ഇച്ചിരി വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ
അത് വീഡിയോയിൽ കാണിക്കാം. ഷോർട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഞാനത് തൽക്കാലം ഇപ്പം സമയക്കുറവ് കൊണ്ടാണ്. അത് പിന്നെ അവനൊന്ന് കുറഞ്ഞിട്ട് വീഡിയോ ഇടാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കറമ്പൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഏറ്റവും അലട്ടുന്നുണ്ട്. പിന്നെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് കാരണം ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഇടുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുപോകണം. എനിക്ക് പേടിയാണ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞപ്പനെയും കൊണ്ട് നടന്ന എൻ്റെതുപോലത്തെ ഒരു ടെൻഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ വഴിയിട്ട് ഒരു പട്ടിക്കുഞ്ഞിനെ ഓടിച്ചില്ലായിരുന്നോ, അവളെ വണ്ടി മുട്ടി. അവളെ റോഡിൻ്റെ നടുക്ക് തന്നെ കിടക്കത്തുള്ളൂ. അപ്പോൾ അവളുടെ കയ്യിൽ വണ്ടി മുട്ടി. ഭാഗ്യത്തിന് മേത്തോട്ട് കയറിയില്ല. നമ്മൾ ആ വണ്ടിക്കാരെ വഴക്കുവിട്ട് പിന്നെ നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങോട്ട്. അവിടെ കിടന്ന് കരയായിരുന്നു. അപ്പം ഞങ്ങൾ ടി വി വെച്ചിരിക്കുന്നത് ഞങ്ങൾ കേട്ടില്ല. പിന്നെ എടുത്തുകൊണ്ട് വന്ന് തൈലമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും അത് ശരിയായി. ആൾക്ക് നടക്കാൻ പറ്റി. അതുകാരണം ഇപ്പം എന്ത് വേണ്ട, ഇന്നലെ തൊട്ട് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നനക്കണേ എങ്ങനെയെന്നൊക്കെ എനിക്കത് പിടിക്കാൻ അറിയില്ലായിരുന്നു. പൂവാലി അതെനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് എന്നെ കളിയാക്കുക, അങ്ങനെയല്ലമ്മ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പഠിത്തം ഇല്ലായിരുന്ന കാരണം പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നാളെ പഠിത്തം ഉണ്ടാവും, മിക്കവാറും പഠിത്തം കാണും. ആലപ്പുഴ ജില്ലയ്ക്ക് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. നേരാണെന്നറിയില്ല, അവനാ പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ തക്കാളത്തെ ആ വെള്ളം ഒഴുകി ചെന്ന സ്ഥലമുണ്ടല്ലോ, തക്കാളത്തെ ആരെയും കാണിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ. എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.